ഇപ്പം നമ്മൾ വഴി കൂടെ ബൈക്കുമൊക്കെ പോകുമ്പോൾ പോലീസുകാർ തടഞ്ഞു നിർത്തിയിട്ട് ലൈസൻസ് എവിടെ മറ്റേതൊക്കെ ചോദിച്ച് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലത്തെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ നമുക്കുള്ളത്, വണ്ടികൾ തടഞ്ഞു നിർത്തുന്നത്. പക്ഷെ ഇതില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 10-45 കൊല്ലം മുന്നേ. അന്ന് തമ്പി ടാക്കീസ് എന്ന് പറയും, അയ്യന്തോള്. അപ്പോൾ തമ്പിയിൽ അന്ന് ടാക്കീസിൽ സിനിമ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് സൈക്കിളുമ്മ അങ്ങനെ അയ്യന്തോളിന്ന് ഒളരിയിലേക്ക് വരണം. ആ വഴി കൂടെ ഇങ്ങനെ ആഞ്ഞ് ചവിട്ടി വരിക. അപ്പോൾ ESI ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒളരിക്കര ഭഗവതി ക്ഷേത്രം. അന്ന് കാലത്ത് അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ഭയപ്പെടുത്തുന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻ്റെ അമ്പലമുണ്ട്, കണ്ടൻ്റെ അമ്പലം. ഭയങ്കര പേടിയാണ്, മറ്റേ ഈ ആരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക, പേടിക്കുന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും അവിടെ കാര്യമായിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ ആഞ്ഞ് ചവിട്ടി പേടിച്ചിട്ടാണ്. അങ്ങനെ രണ്ടാളും കാലിട്ട് ചവിട്ടി ഇങ്ങനെ കടന്ന് അമ്പലം കടന്ന് ഇങ്ങോട്ട് വരണ വഴിക്ക് തന്നെ ഇരുട്ടത്ത് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് മുന്നിലെ ചവിട്ടി നിർത്തി. നോക്കുമ്പോൾ പോലീസ് ജീപ്പാണ്. അപ്പം അന്ന് ഇറങ്ങിയ വഴിക്ക് തന്നെ ഡബിൾ വെച്ചാലവിടെ രാത്രി പോണേ, എന്താ വണ്ടിക്ക് ഡൈനാമോ ഒന്നുമില്ലേ, ലൈറ്റൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് പേടിപ്പിച്ചു. അന്ന് ഡൈനാമോ വേണം സൈക്കിളുമേ പോകുമ്പോൾ, രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ. അങ്ങനെ പിടിച്ച് നിർത്തി. അപ്പോൾ അവിടെ സിനിമ ടിക്കറ്റ് എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ ഭാഗ്യത്തിന് അന്ന് സിനിമ കണ്ട ടിക്കറ്റിൻ്റെ പകുതി കയ്യിലുണ്ടായിരുന്നു, അതെടുത്ത് കാണിച്ചു കൊടുത്തു. ആ ശരി, കുഴപ്പമില്ല, ഇവിടെ എവിടെ നിന്നാണ് ചായ കിട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഒരു ഗുണ്ടുമാവൻ, ഇപ്പം വലിയ കടയൊന്നും ഇല്ല അവിടെ, ഗുണ്ടുമാവൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി മുന്നിൽ പോയി. അവർ പിന്നാലെ വന്നു. അന്ന് രാത്രി തുറന്നിരിക്കുന്നൊരു കടയാണ്. അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് എല്ലാവരും ചായ വെറുതെ ഒരു കാലി ചായ എല്ലാവരും കുടിച്ച്. അതിൽ 2 പോലീസുകാരുണ്ടായിരുന്നു, അവർ ഓരോ ചായ കുടിച്ച് അവർ പോയി. ആ ചായയുടെ പൈസ അന്ന് നമുക്ക് പെറ്റിമാരി കിട്ടിയത്. അപ്പോൾ സൈക്കിളുമ്മ പോയിട്ട് ഡൈനാമോ ഇല്ലാണ്ട് പിടിക്കുന്ന ആ കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിലുള്ളവർക്ക് അറിയുന്നതല്ലാതെ ഈ കാലഘട്ടത്തിലേക്ക് അത് അറിയുമെന്ന് തോന്നണില്ല. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ഓർത്തപ്പോൾ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം.